നമസ്കാരം, ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയുടെ സൂപ്പർ മെഗാസ്റ്റാർ മാത്രമല്ല, ഇപ്പോൾ കേന്ദ്രമന്ത്രിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാമ്പ് കയറി. ഓക്കെ, അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനു മുമ്പ് പാമ്പടിച്ച എൻ്റെ വീട്ടിൽ പാമ്പ് കയറിയിട്ടുണ്ട്. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഒരു ദിവസം കുറച്ച് നാൾ മുമ്പാണ്. ഒരു ദിവസം രാത്രി അടുക്കളയുടെ ജനൽ തുറന്നടയ്ക്കായിരുന്നു. അതിൻ്റെ പടിയിൽ ഒരു അണലി ഇരിക്കുന്നു. പക്ഷെ വളരെ വലുതൊന്നുമല്ല, ചെറുത് അണലി. ഒട്ടും വിഷമുള്ളതാണ്. പക്ഷേ അത് ഒരു ആക്രമണ സ്വഭാവത്തോടെ അല്ല ഇരുന്നത്. വളരെ ശാന്തമായിട്ട് വളരെ കൂളായിട്ടിരിക്കുകയാണ്. ഞങ്ങളെയൊക്കെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പാമ്പ്, അണലി. ഓക്കെ, അപ്പോൾ എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയണം. ഒരു പ്രത്യേക കാര്യമാണ്. അതായത് പുള്ളിക്കാരി ആയില്യം നക്ഷത്രമാണ്. ഓക്കെ, ഞാൻ ചിത്തിരയും. ഈ ആയില്യവും പാമ്പും തമ്മിലുള്ളൊരു ബന്ധം നിങ്ങൾക്കൊക്കെ ഏകദേശം അറിയാം. അവർ വളരെയധികം സുഹൃത്തുക്കളാണ്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ ഭാര്യയുടെ വീടെന്ന് പറയുമ്പോൾ ഓച്ചിറ, അവിടെ കുറച്ച് ഗ്രാമപ്രദേശം പോലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ വളരെ വിശാലമായ പറമ്പുണ്ട്. ചുറ്റിനും ഏകദേശം ഏക്കർ കണക്കിന് ഭൂമി, ഈ വയലും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ കാവുമുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ ഈ പാമ്പും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ സുലഭമാണ്. ഇവരുടെ വീട്ടിലൊക്കെ, ഇവരുടെ കുടുംബ വീട്ടിൽ മിക്കവാറുമൊക്കെ പാമ്പുമൊക്കെ അകത്തും പുറത്തുമൊക്കെ സഞ്ചരിക്കും. വലിയ പുതുമയൊന്നുമല്ല അവർക്ക്. ഈ ഒക്കെ പാമ്പിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ അറിയാം. എന്തായാലും അതുകൊണ്ട് അവൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കമ്പി എടുത്തിട്ട് ഇതിൽ പതുക്കെ തോണ്ടിയെടുത്ത് വെളിയിലോട്ട് കളഞ്ഞു. അത്രേ സംഭവിച്ചുള്ളൂ അന്ന് ഒരു ദിവസം രാത്രി. ഓക്കെ, അടുത്ത ദിവസം ഞാൻ രാവിലെ ലോട്ടറിയുടെ റിസൾട്ട് നോക്കിയപ്പോൾ 1000 രൂപയുണ്ട്. ഓക്കെ, അപ്പോൾ പാമ്പ് വന്ന് കയറിയ ഭാഗ്യമാണെന്ന് ചിലർ പറയും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. പാമ്പ് തന്നെ പല രീതിയിൽ വരും. ഓക്കെ, എപ്പോഴും ഇതുപോലെ സൗഹൃദ സന്ദർശനമായിരിക്കില്ല നടത്തുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നടന്നത് ഒരു സൗഹൃദ സന്ദർശനമാണ്. നിങ്ങൾക്ക് 1000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം തൽക്കാലം അത്രയൊക്കെ കൊണ്ട് തൃപ്തിപ്പെട്ടതെന്നൊക്കെ പറഞ്ഞു തിരിച്ചു പോയി. പക്ഷെ സംഭവം ഇത് നേരെ എതിരെ നമ്മൾക്ക് നേരെ എതിരെ എഴഞ്ഞു വന്നാൽ 100% ഉറപ്പാണ് മരണം. ഓക്കെ, എൻ്റെ ഭാര്യയുടെ അമ്മ, പുള്ളിക്കാരി ഹെഡ് മിസ്ട്രസ് ആയിട്ടൊക്കെ റിട്ടയർ ചെയ്ത ആളാണ്, മരിച്ചുപോയി. അപ്പോൾ സംഭവം പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ ഈ ജ്യോതിഷവും കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പോൾ ഒരു ദിവസം ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ, അങ്ങ് ഹരിപ്പാടാണ്. ഓക്കെ, അവിടെ ചെന്ന് അവിടെ ഈ പറഞ്ഞ ഗ്രാമപ്രദേശം പോലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ കാവും കളരിയും അതും ഇതും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അവിടെ അതിലേക്കൂടെ ഈ ക്ഷേത്രത്തിലേക്ക് ഇവർ പോകുമ്പോൾ അമ്മയുടെ, അതായത് എൻ്റെ അമ്മായിയമ്മയുടെ നേരെ എതിരെ ഒരു പാമ്പ് ഇഴഞ്ഞു വന്നു. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, സംഭവം ഇങ്ങനെ നേരെ എതിരെ വന്നാൽ മരണം ഉറപ്പാണ്. ഓക്കെ, അതുപോലെ സംഭവിച്ചു. പുള്ളിക്കാരിക്ക് പല അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വയസ്സായ സമയത്ത് ഷുഗറും പ്രഷറും അതും എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, പെട്ടെന്ന് ഒരു ദിവസം കുഴഞ്ഞു വീണു. പെട്ടെന്ന് ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ മരിച്ചു. അതായത് ഈ പാമ്പ്
നേരെ എതിരെ വന്നിട്ട് ഏതാണ്ട് ഒരു മാസം അത് തന്നെ പുള്ളിക്കാരി പറഞ്ഞിരുന്നു. അതായത് ഒരു മാർച്ച് 28 ശേഷമാണെങ്കിൽ പിന്നെ കുറേ കാലം കൂടെ ഞാൻ ജീവിക്കും, പക്ഷേ മാർച്ച് 28 വരെ വളരെ അപകടമുള്ള സമയമാണ് പറഞ്ഞിരുന്നത്. മാർച്ച് 19 പുള്ളിക്കാരി ഞങ്ങളെ വിട്ടുപോയി. അപ്പോൾ പാമ്പ് പല രീതിയിൽ വരാം, ഭാഗ്യവും കൊണ്ടുവരാം, മരണവും കൊണ്ടുവരാം, ദുരിതവും കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഉറപ്പിച്ച് പറയാം, പാമ്പ് നമ്മുടെ നേരെ എതിരെ ഇഴഞ്ഞു വന്നാൽ 100% മരണം ഉറപ്പാണ്. പക്ഷേ സൗഹൃദ സന്ദർശനം നടത്തും, അത് ഭാഗ്യം കൊണ്ടുവരികയാണ്. ഇതുപോലെ നമ്മുടെ സൂപ്പർ മെഗാസ്റ്റാർ സുരേഷ് ഗോപി, അദ്ദേഹം പഠിക്കുന്ന കാലത്ത് നല്ല ഉത്തരവാദിത്ത ബോധമുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം ഇംഗ്ലീഷ് പരീക്ഷയുടെ ഇംഗ്ലീഷ് MA ആണ്, ഏതാണ്ടൊരു പേപ്പറിൻ്റെ പരീക്ഷ, ഉച്ചയ്ക്കാണ് പരീക്ഷ. അപ്പോൾ രാവിലെ കാപ്പി കുടിക്കാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞു, അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞു, ഞാൻ ഇന്ന് പരീക്ഷയ്ക്ക് പോകുന്നില്ല, കാര്യം അവനൊന്നും പഠിച്ചിട്ടില്ല, വേറെ സമയം കളയുന്നതിനാ. അപ്പോൾ ഈ പറഞ്ഞ കോടീശ്വരന്മാരായിട്ടുള്ള ബിസിനസ്സുകാരാണ്, അതുകൊണ്ട് അതൊന്നും വലിയൊരു പ്രോബ്ലം ആയിട്ട് അവർ കണ്ടില്ല. പഠിച്ചില്ലെങ്കിൽ പോയതുണ്ടാകുന്നുള്ള രീതിയിൽ അവർ വലിയ ഗൗരവമായിട്ട് എടുത്തില്ല. പിന്നെ പഠിച്ച് വീണ്ടും അവസരം വരുമ്പോൾ എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ സംഭവം ഈ ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഒന്നും കാര്യമായിട്ട് അത് ഗൗരവമായിട്ട് എടുത്തില്ല. പക്ഷേ ഒരു 11 മണിയായപ്പോൾ, രാവിലെ 11 മണി, ഉച്ചയ്ക്കാണ് പരീക്ഷ, 11 മണിക്ക് ഇവരുടെ ഒരു ബെഡ്റൂമിൽ ഒരു പാമ്പ് വന്നു. അത് ആക്രമണ സ്വഭാവത്തിനല്ല, സൗഹൃദ സന്ദർശനമായിരുന്നു. ഓക്കെ, അപ്പോൾ സുരേഷ് ഗോപി ചേട്ടൻ്റെ അച്ഛൻ അദ്ദേഹം പറഞ്ഞു, മോനെ നീ നിർബന്ധമായിട്ടും ഇന്ന് പോയി പരീക്ഷ എഴുതണം. ഉടനെ സുരേഷ് ഗോപി ചേട്ടൻ, ഞാൻ 8 essay പഠിച്ചിട്ടുള്ളൂ, 50ഓളം essay ഉണ്ട്. പക്ഷേ അച്ഛൻ നിർബന്ധിച്ച് സുരേഷ് ഗോപി ചേട്ടനെ പരീക്ഷ എഴുതാൻ പറ്റൂ. അവിടെ ചെന്നപ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. കാരണം ഇദ്ദേഹം പഠിച്ച essays മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത്. നോക്കുക, 50 കൂടുതൽ essays ഉണ്ട്, പക്ഷെ ഇദ്ദേഹം പഠിച്ചത് മാത്രമാണ് വന്നേക്കുന്നത്. എഴുതി പാസ്സായി. അതാണ് പാമ്പിൻ്റെ കളി. ഓക്കെ, പാമ്പ് ഭാഗ്യവും കൊണ്ടുവരും, ചിലപ്പോൾ മരണവും കൊണ്ടുവരാം, ദുരിതവും കൊണ്ടുവരാം. ഇതുപോലെ നിരവധി ജീവികളുണ്ട്. ഓക്കെ, ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ കൊണ്ടുവരുന്ന നിരവധി ജീവികളുണ്ട്. അതിൽ ആമ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആമ സാധാരണയൊന്നും നമ്മുടെ നാട്ടിൽ കാണാറില്ല, പക്ഷേ സംഭവം ആമ വന്നു കഴിഞ്ഞാൽ അകത്ത് കയറണമെന്നില്ല, പുറത്ത് എവിടെയെങ്കിലും ചുറ്റുപറ്റി നിന്നിട്ട് പോയാലും ആമ വരുന്നത് ഭാഗ്യമാണ്. അതുപോലെ ഉപ്പൻ, ചിലയിടത്ത് ചെമ്പോത്തെന്ന് പറയും, ചിലയിടത്ത് എന്താ പറയുക ചകോരം എന്നൊക്കെ പറയും. ഒരു ഓറഞ്ച് കളറും കറുപ്പ് കളറും ഒക്കെ ഡിസൈനായിട്ടുള്ള ഉപ്പൻ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു പക്ഷിയാണ്. അതുപോലെ തന്നെ 3 നിറമുള്ള പൂച്ച. ഓക്കെ, അതുപോലെ കറുത്ത പട്ടി. കറുത്ത പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇരട്ട മൈനകൾ, അതായത് കപ്പിൾസ് മൈന വന്നിട്ട് അത് ഒറ്റയ്ക്ക് വന്ന ദോഷമാണ്. അതുപോലെ ഇണയോടുകൂടി, അതായത് കപ്പിൾസായിട്ട് അവർ ദമ്പതികളായിട്ട് നമ്മുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ എവിടെ വെച്ച് കണ്ടാലും അത് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതുപോലെ നിർഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ഇതുണ്ട്,
പ്രാവ്. ഓക്കെ, പ്രാവ്. അതെൻ്റെ അനുഭവമാണ്, ഞാൻ പറയാം. ഒരു ദിവസം എൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന ആ കെട്ടിടത്തിൽ അതിൻ്റെ പ്രധാന വാതിൽ കൂടി ഒരു രോഗം കൊണ്ട് അവശയായ ഒരു പ്രാവ് പറന്നു വന്നതല്ല, നടന്നു വന്നു. ഓക്കെ, അപ്പോൾ എനിക്കറിയാം ഇത് ദുരിതമാണ് കൊണ്ടുവരുന്നത്. അതായത് അതിനെ എടുത്ത് പുറത്ത് കളഞ്ഞു. ഓക്കെ, ശേഷം ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിക്കുന്നു. ഓക്കെ, ഈ പ്രാവെന്ന് പറയുന്നത് ദുരിതം കൊണ്ടുവരുന്ന ഒരു ജീവിയാണ്. കഴിവതും അതിനെ വളർത്തരുത് വീട്ടിൽ. കഴിവതും ഞങ്ങളുടെ ഇവിടെ മേലത്തെ നിലയിലൊക്കെ ചിലപ്പോൾ ഒന്ന് കൂട് കെട്ടാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ പറയാൻ വേണ്ട, പ്ലീസ് ദയവ് ചെയ്ത് താങ്കൾ ഇവിടുന്ന് പോകണം പറഞ്ഞു വിടും. അതുകൊണ്ട് പ്രാവ്, അതുപോലെ നിരവധി ജീവികളുണ്ട്. അതൊക്കെ ഇനി മറ്റൊരു വീഡിയോയിൽ പറയാം. ഉപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നീണ്ട കഥ ഉണ്ട്. അത് ഇനി അടുത്ത ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാം. ഇപ്പോൾ എന്തായാലും 10 മിനിറ്റായി കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ ഞങ്ങൾ പറയുന്നത് ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം വരുമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. നിങ്ങൾ സ്വയം പോഴ്ത്തുന്ന വൃത്തിയിടാമെന്നറിയാം, പക്ഷേ ഞങ്ങൾ പറയാതെ നിങ്ങളെങ്ങനെ അറിയും? അപ്പോൾ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഭാഗ്യം പോകുമെന്നൊക്കെ പറയും. പക്ഷേ എനിക്കിപ്പോൾ ഇനി ഈ 64-ാമത്തെ വയസ്സിൽ എന്തോ ഭാഗ്യം വരാനാണ്. ഇനിയിപ്പോൾ 2-3 വർഷത്തിനുള്ളിൽ നമ്മളൊക്കെ മരിച്ചു പോകും. അതിനുള്ളിൽ പരമാവധി പേർക്ക് നമ്മൾ 64 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടുന്നെങ്കിൽ പ്രയോജനം കിട്ടട്ടെ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ ചുറ്റിനും സംഭവിച്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ നിശ്ചയമായിട്ടും ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു പരീക്ഷണാർത്ഥം നിങ്ങൾ 2 മാസം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിർഭാഗ്യങ്ങൾ മാത്രം, കിട്ടാനുള്ളത് പുതിയൊരു ലോകവും അതുമാത്രമല്ല സൗഭാഗ്യങ്ങളുടെ പെരുമഴയുമാണ്. പെരുമഴ പക്ഷേ 10 മിനിറ്റ് കൂടുതൽ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അതുകൊണ്ട് തൽക്കാലം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.